ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. നമുക്കൊരു 5 ട്രേഡോളം ടാർഗറ്റിലേക്ക് പോയിട്ടുണ്ട്. ബാക്കി 2 ട്രേഡേഴ്സ് എല്ലാം. ഞാൻ ട്രേഡ് ചെയ്യണത് ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിങ്, ഒരു റെഡ് ക്യാൻഡിൽ ക്ലോസിങ് എബവ് മൈ ലെവൽ. എനിക്കൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു പ്രൈസ് ഉണ്ടാവും, ഒരു സ്ട്രൈക്ക് ഉണ്ട്, പ്രൈസ് ഉണ്ട്. അപ്പോൾ ഞാൻ പെർട്ടിക്കുലറായിട്ട് കണ്ടുപിടിക്കുന്ന ഒരു പ്രൈസിൻ്റെ മുകളിലേക്ക് ഒരു റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം, ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. പിന്നെ ഗ്രീൻ ക്യാൻഡിൽ ഞാൻ പറഞ്ഞ ലെവലിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രേഡ് ആക്ടിവേറ്റ് ആയി ട്രേഡ് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ സെറ്റപ്പ്. മനസ്സിലായത്? ബേസിക്കലി അതാണ് ചെയ്തുകൊണ്ട് കാണുന്നത്. നിങ്ങൾ ആരെങ്കിലും നല്ല ട്രേഡിങ് സെറ്റപ്പൊക്കെ ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് പരീക്ഷിച്ച് നോക്കിയിട്ട് സക്സസ് ആവുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നൊരു സെറ്റപ്പും കൂടിയാണിത്. ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിങ്, ഒരു റെഡ് ക്യാൻഡിൽ ക്ലോസിങ് എബവ് യുവർ ലെവൽ. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ലെവൽസും പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇതും വെച്ച് നോക്കാം. വർക്കാവുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റും ഈസി ആയിട്ട്. അപ്പം അങ്ങനെയാണ് നമ്മൾ ട്രേഡിങ് ചെയ്യണത്. ഇന്ന് അതിനെക്കുറിച്ചൊരു നമ്മുടെ ട്രേഡിങ് സെറ്റപ്പിനെ കുറിച്ചിട്ടൊരു എക്സ്പ്ലനേഷനും ബാക്കി പിന്നെ നമ്മുടെ സ്ഥിരം ഏതൊക്കെ ട്രേഡാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ നിർത്തിയൊരു ട്രേഡ്. 23,650 CA ആണ്. ഒരു 50 പോയിൻ്റാണ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് കാണാം 1 വേല തന്നെ 50 പോയിൻ്റ് പോയിട്ടുണ്ട്, ഈസി ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് നിങ്ങൾ നോക്കുക. ഞാൻ മേടിക്കാൻ പറഞ്ഞ പ്രൈസ് 144.70 അടിയിൽ 137.50 വേറൊരു ലെവലാണ്. അതിൻ്റെ ട്രേഡ് ഞാൻ കാണിച്ചു തരാം. ആ 137.50 എന്ന് പറഞ്ഞ ലെവൽ SL വന്നിട്ടുള്ള ലെവലാണ്. നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 144.70 എന്ന് പറഞ്ഞാൽ ഈ പ്രൈസാണ്. ഇതേ സ്ട്രൈക്കിൻ്റെ 2 പ്രൈസ് ഉണ്ട്. അതിലൊരു പ്രൈസാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് കാണുന്നത്, 144.70 എന്ന് പറഞ്ഞ പ്രൈസ്. അപ്പോൾ ഞാനവിടെ ട്രേഡ് എടുക്കണതിന് റീസൺ അതാണ് ഇമ്പോർട്ടൻ്റ്. നമ്മുടെ കണ്ടീഷൻ, ഞാൻ അവിടെ കണ്ടീഷൻ മാത്രമേ പറയാനുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും പറയേണ്ട ആവശ്യമില്ല. ഞാൻ എങ്ങനെയാണ് ആ ട്രേഡ് എടുത്തത്, ഞാൻ ആകെ അവിടെ പറയുന്നത് ഒരു ഗ്രീൻ ക്യാൻഡിലും റെഡ് ക്യാൻഡിലും ക്ലോസിങ് മാത്രമേ പറയണുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സിനാരിയോസിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. നിങ്ങൾക്ക് എൻട്രി എടുക്കാം. നിങ്ങളുടെ സെറ്റപ്പിൽ ഈ സംഭവം ഇട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളവിടെ നോക്കുക. ഞാൻ അവിടെ പറഞ്ഞു 144.70 144.70 മുകളിൽ ഒരു ബയേഴ്സ് ഇവിടെ ക്ലോസ് ചെയ്തു. സെല്ലേഴ്സ് ക്യാനിലെ ബോഡി ക്ലോസ് അടിയിലാണ് വന്നത്, ട്രേഡ് ഇല്ല. പിന്നെ ബയേഴ്സ് ക്ലോസ് ചെയ്യുന്നത് ഇവിടെയാണ്. ഇതിൻ്റെ സെല്ലേഴ്സ് ക്യാനിൽ പിന്നത്തെ അടുത്തത് സെല്ലേഴ്സ് ക്യാനിലാണ്. അത് 145 ബോഡി ക്ലോസ് എന്ന് ഞാൻ പറഞ്ഞ ലെവലിൻ്റെ മുകളിലാണ് ബോഡി ക്ലോസ് വന്നത്. അപ്പോൾ നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആയി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ ട്രേഡ് ആക്ടിവേറ്റ് ആയി. പിന്നെ ലിമിറ്റിൽ തന്നെ എടുക്കാം, അല്ലെങ്കിൽ ഒന്നെങ്കിൽ സംഭവത്തിന് ഇവിടെ ലിമിറ്റിലേക്ക് വരുമ്പോൾ തന്നെ എടുക്കാം. അടുത്ത ക്യാനിൽ ഫോം ആകുമ്പോൾ തന്നെ ലിമിറ്റിൽ കിട്ടും, അത് അവിടെ നിന്ന് എടുക്കാം. അല്ലെങ്കിൽ ഇത്തിരി അടിയിലേക്ക് വരട്ടെ, SL ഭാഗത്തേക്ക് വരട്ടെയെന്ന് വെച്ചാൽ ഇത്രയും ഡിസ്കൗണ്ട് പ്രൈസ് നോക്കിയിട്ട് വേണമെങ്കിൽ മേടിക്കാം. ഈ 2 സെറ്റപ്പാണ് ഇങ്ങനത്തെ സെറ്റപ്പിൽ വരുന്നത്. അതായത് ലെവലിൽ നിന്നുള്ള, അതായത് 144.70 എന്നുള്ള തൊട്ട് മുകളിലുള്ള റിജക്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ ഈ ലിമിറ്റിൽ ചിലപ്പോൾ കിട്ടും. ചിലപ്പോൾ ലിമിറ്റിൽ തന്നെ എടുത്തിട്ട് അത് പോവും, മുകളിലേക്ക് നല്ല രീതിക്ക് പോകും. ചിലപ്പോൾ അത് അടിയിലേക്ക് വരും, അതായത് SLൻ്റെ ഭാഗത്തേക്ക് ചിലപ്പോൾ വരും. അപ്പോൾ SLനെയും ചിലപ്പോൾ SL അടിച്ചിട്ടാവും മുകളിലേക്ക് കൊണ്ടുപോകുക, അല്ലെങ്കിൽ SLന് കുറച്ച് അടിയിലേക്ക് വന്നിട്ടായിരിക്കും മുകളിലേക്ക് കൊണ്ടുപോകുക. അത് നിങ്ങളുടെ ചോയ്സാണ് എങ്ങനെ എടുക്കണം എന്നുള്ളത് കേട്ടോ. പിന്നെ അത് സിനാരിയോയിൽ അങ്ങനെ എടുക്കുക. ഇതൊക്കെ നിങ്ങൾക്കൊരു ലെവൽ ഉണ്ടെങ്കിലാണ് ഈ പറഞ്ഞ ടാറ്റിക്സ് അവിടെ യൂസ് ആവുള്ളൂ. എൻ്റെ ഒരു ടാറ്റിക്സ് പ്രകാരം, എൻ്റെ ഒരു സ്ട്രാറ്റജി പ്രകാരം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ബയേഴ്സ് ലോസ് ചെയ്യണം, സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്യണം, ട്രേഡ് എടുക്കണം, അത്രേ ഉള്ളൂ. പിന്നെയാണ് ഈ ടാർഗറ്റിക്ക് പോയിക്കണത്, 50 പോയിൻ്റ് ടാർഗറ്റിക്ക്. ഇതിലിപ്പോൾ എവിടെയാണെങ്കിലും ബുക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ബുക്ക് ചെയ്യുക 50 പോയിൻ്റ് തന്നെ കറക്റ്റ് എടുക്കണം എന്നുള്ള വാശിയൊന്നുമില്ല. എവിടെയാണെങ്കിലും ബുക്ക് ചെയ്യാം, ഒരു പ്രശ്നമില്ല. നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 50 പോയിൻ്റാണ്, നമ്മുടെ നെസൽ എന്ന് പറഞ്ഞാൽ 10 പോയിൻ്റാണ്. അതാണ് അടുത്തൊരു വ്യത്യാസം. അപ്പോൾ ഈ ട്രേഡാണ് 23,650 CA. 23,650 CA നമുക്ക് SL വന്നിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം കേട്ടോ. അതായത് ഇത്രയും മുകളിലേക്ക് പോയ ട്രേഡാണത്. അതായത് നമുക്ക് ടാർഗറ്റ് ഒന്ന് മുകളിലേക്ക് പോയി, പിന്നെ തിരിച്ച് വന്നു അടിയിലേക്ക്, നല്ല രീതിക്ക് അടിയിലേക്ക് വന്നു, നമ്മുടെ ലെവലിൻ്റെ അടിയിലേക്ക് പിന്നെയും അടിയിലേക്ക് വന്നു. പിന്നെ വേറൊരു ലെവലിലാണ് ഇതിൻ്റെ എൻട്രി വരുന്നത്, കണ്ടില്ലേ? നമ്മൾ പിന്നെ 144 എൻട്രി എടുക്കുന്നത്. പിന്നെ ഒരു 137.50 എന്ന് പറഞ്ഞ വേറെ ലെവലിലാണ് ഇതിൻ്റെ എൻട്രി വന്നേക്കണത്. പക്ഷേ ഈ 137.50 മുകളിലേക്ക് നിങ്ങൾ എൻട്രി നോക്കി നോക്കുക. നമുക്ക് ഇവിടെയാണ് സെല്ലേഴ്സ് റിജക്ഷൻ വന്നത്. അതായത് 137.50 മേടിക്കാൻ പറഞ്ഞത്. ഇത് 142.95 എൻ്റെ സെല്ലേഴ്സ് റിജക്ഷൻ കിട്ടിയത്. അപ്പോൾ വ്യത്യാസം ഉണ്ട്, അവിടെ ഒരു 6 പോയിൻറ്റിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസ്ക് ഉണ്ട്. പക്ഷെ അവിടെ നിന്ന് എടുക്കണം, എനിക്ക് തെറ്റൊന്നുമില്ല പറയാൻ. അവിടെ നിന്ന് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അവിടെ നിന്ന് 10 പോയിൻ്റ് കറക്റ്റ് SL അടിയിലേക്ക് ഇടുക. അല്ലെങ്കിൽ പിന്നെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി അല്ലെങ്കിൽ ഇത്തിരി വെയിറ്റ് ചെയ്തിട്ട് ലിമിറ്റിക്ക് വരുമ്പോൾ എടുത്താൽ, അങ്ങനെ വിചാരിക്കുന്നവർക്ക് അങ്ങനെയും വിചാരിച്ചിട്ട് ലിമിറ്റിൽ നിന്ന് വേണമെങ്കിൽ എടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ കാലത്തെ ഓപ്ഷനാണ്.
ഒരു 6 പോയിൻ്റ് വ്യത്യാസം നിഫ്റ്റിയിൽ നിങ്ങൾക്ക് മുകളിൽ ഇവിടെ സെല്ലേഴ്സ് റേഷൻ വന്നു. അങ്ങനെയാകുമ്പോൾ 6 പോയിൻ്റ് ഇത്തിരി കൂടുതൽ തന്നെയാണ്. നമ്മൾ 10 പോയിൻ്റാണ് ഇഷ്ടപ്പെടുന്നുള്ളൂ. അപ്പോൾ ഇത്തിരി അടിയിലേക്ക് വന്നിട്ട് നമുക്ക് മേടിക്കാം. അതാണ് ഇവിടെ നിന്ന് ഞെട്ടാണത്. അതായത് 140. അപ്പോൾ 3 പോയിൻ്റ് വ്യത്യാസമുള്ള അവിടെ അത് എടുക്കാൻ പറ്റുന്ന ഒരു പൊസിഷൻ തന്നെയാണ്. 3 പോയിന്റിൽ നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് എസ് എല്ലിലേക്ക് പിന്നെ പോകുകയാണെങ്കിൽ നിങ്ങൾ ആ എസ് എൽ കൊടുത്തിട്ട് ഒഴിവാകുക ട്രേഡിൽ. ആ 10 പോയിൻ്റ് എസ് എൽ നിങ്ങൾക്ക് പോകണുള്ളൂ. ആ പോയ എസ് എൽ കൊടുത്തിട്ട് ഒഴിവാകുക. വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ തിരിച്ച് കയറുന്ന സമയത്താണ് ഈ എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ നോക്കി നോക്കുക. ഇവിടെ തിരിച്ച് കയറി ഇവിടെ, പക്ഷേ സെല്ലേഴ്സ് റേഷൻ അടിയിൽ കിട്ടി. ബോഡി ലോസ് അടിയിൽ വന്നു, പിന്നെയും ബോഡി ലോസ് അടിയിൽ വന്നു. അപ്പോൾ പിന്നെ അവിടെ എൻട്രി ഇല്ല. ട്രാപ്പ് ആവേണ്ട ആവശ്യമില്ല. നമുക്ക് എൻട്രി ഇല്ല. അവിടെ എൻട്രി ഇല്ല എന്ന് പറയുന്നതിൻ്റെ റീസൺ പിന്നെ ഈ ക്യാൻഡിൽസ് അടിയിലേക്ക് വരുന്നതാണ് കേട്ടോ. അവിടെ ബോഡി ലോസ് അടിയിലേക്ക് കിട്ടണ നേരത്ത് പിന്നെ അവിടെ ആ ലെവൽസിൽ മോളിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ആ പ്രൈസിന് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് സെല്ലേഴ്സ് ക്യാൻഡിൽ അടിയിൽ വരുമ്പോൾ ക്ലോസ് ചെയ്യുമ്പോൾ എടുക്കണ്ടെന്ന് പറയണത് ഞാൻ. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഈ അടിയിലേക്ക് ഇത്രയും ബീറിഷ് അയക്കണത് മാർക്കറ്റ്. പിന്നെ തിരിച്ച് കയറുമ്പോൾ പിന്നെ അവിടെ എൻട്രി ഉണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് എൻ്റെ ട്രേഡിങ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്കൊരു ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ട്രേഡിങ് എങ്ങനെയാണ്, എന്താണ് ബയേഴ്സ് ക്യാൻഡിൽ, എന്താണ് സെല്ലേഴ്സ് ക്യാൻഡിൽ, അവിടെ എങ്ങനെയാണ് എൻട്രി എടുക്കേണ്ടത്. ഈ എൻട്രി എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ലെവൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലെവലിൻ്റെ മുകളിൽ ഈ പറഞ്ഞ സെറ്റപ്പ് വേണമെങ്കിൽ കൊണ്ടുവച്ച് നിങ്ങൾക്ക് നോക്കി നോക്കാം. ഞാൻ എല്ലാവർക്കും ഇത് വർക്കാവണമെന്ന് പറയില്ല. ഇത് എനിക്ക് നന്നായിട്ട് വർക്കാവുന്നുണ്ട്, അപ്പോൾ ഞാൻ യൂസ് ചെയ്യണം, അത്രേ ഉള്ളൂ. നിങ്ങൾക്കത് വർക്കാവണില്ല, നിങ്ങൾ കേൾക്കുന്നത് പുതിയൊരു സെറ്റപ്പാണെങ്കിൽ പറയണത് കേൾക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഇഗ്നോർ ചെയ്യാം, അത്രേ ഉള്ളൂ കേസ്. ഇഗ്നോർ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രാറ്റജി വെച്ചിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോവുക. ഇനി നിങ്ങൾക്കിത് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ സ്ട്രാറ്റജിയുടെ ഉള്ളിൽ ഇതും കൂടി അപ്ലൈ ചെയ്ത് നോക്കാം. അതായത് ബയേഴ്സ് ക്ലോസ് ചെയ്യണം, സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്യണം, എന്നിട്ട് മേടിച്ച് നോക്കി നോക്കുക. അപ്പോൾ അവിടെ എന്താ സംഭവിക്കണമെന്ന് നമുക്ക് അറിയാമല്ലോ. പിന്നെ ഡീപ്പായിട്ട് ഞാൻ എന്തായാലും പറഞ്ഞു പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്തിനാണ് ഞാൻ എൻ്റെ മുകളിൽ ബയേഴ്സ് ക്ലോസിങ് നോക്കിയത്, അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ എൻ്റെ മുകളിൽ സെല്ലേഴ്സ് റിജക്ഷൻ നോക്കിയത്, ഡീപ്പായിട്ടൊന്നും പറഞ്ഞു പോകണില്ല. ഞാൻ പഴയ വീഡിയോസിൽ കുറേ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളത് കണ്ടു വയ്ക്കാനും മതി. അത് പറയാത്ത പ്രശ്നമൊന്നുമില്ല, എല്ലാം പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. 10-15 വീഡിയോ ബാക്കിലേക്കൊന്ന് നോക്കിയാൽ മതി, അതിൽ കിട്ടും. പിന്നെ നമുക്ക് ട്രേഡ് ഉണ്ടായിരുന്ന 50-400 സീലാണ്. ഇവിടെ ബയേഴ്സ് ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി ലിമിറ്റിക്ക് വന്ന് ഇത്തിരി അടിയിലേക്കും വന്നിട്ടുണ്ട്. ലിമിറ്റിൽ നിന്ന് എടുക്കുക, ഇത്തിരി അടിയിൽ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ ഇത്തിരി മോളിൽ നിന്ന് എടുത്തവർക്കാണെങ്കിലും പ്രശ്നമില്ല. ആർക്കാണെങ്കിലും ഈ എസ് എൽ അടിച്ചിട്ടില്ല. ഇവിടെ ഇതൊരു 10-60 പോയിൻ്റ് 70 പോയിൻ്റ് പോയിട്ടുണ്ട്. അതായിരുന്നു 50-400 സി. ഇന്ന് RB മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് രാവിലെ ഫസ്റ്റ് എടുത്ത ട്രേഡാണിത്. നമുക്ക് എസ് എൽ ആണിത്. ഈ ട്രേഡ് എസ് എൽ ആണ്. നമുക്ക് കാണാൻ എന്ത് വലിയ ക്യാൻഡിൽ അയക്കണത്. നിങ്ങൾക്ക് കറക്റ്റ് 10 പോയിൻ്റ് എസ് എൽ സിസ്റ്റത്തിൽ പ്ലേസ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഇത് എസ് എല്ലൊക്കെ പോകും. നമുക്ക് സ്വൈപ്പ് ചെയ്തിട്ട് പ്രോഫിറ്റ് എടുക്കുക, അല്ല എസ് എൽ ബുക്ക് ചെയ്യാനുള്ള ടൈമൊന്നും മാർക്കറ്റ് തരില്ല. അപ്പോൾ ഇത് എസ് എല്ലാണ്. നമ്മുടെ ലെവലിൻ്റെ മുകളിൽ തന്നെയാണ് ഇത്. കണ്ടീഷനൊക്കെ സെയിം തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് പറയണമെന്നില്ല. ബയേഴ്സ് ലോസ് ചെയ്യണം, സെല്ലേഴ്സ് റിജക്റ്റ് ആക്കണോ, ട്രേഡ് എടുക്കണം. പിന്നെ മാർക്കറ്റ് തീരുമാനിക്കുക എസ് എല്ലാണോ പ്രോഫിറ്റ് ആണോ നോക്കി. ഇത് തന്നെയാണ് ഇപ്പുറത്ത് ചെയ്തേക്കുന്നത്. ബയേഴ്സ് ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി നമുക്ക് കറക്റ്റ് 10 പോയിൻ്റ് എസ് എല്ലോടെ പ്രൊട്ടക്റ്റ് ആയി നിന്നു. ഉണ്ടല്ലോ ഇവിടെ ഒരു 10 പോയിൻ്റായിട്ടാണ് ഈ 10 പോയിൻ്റ് എസ് എല്ലോടെ പ്രൊട്ടക്റ്റ് ആയിട്ട് നിന്നിട്ട് ഇതൊരു 20 പോയിൻറ്റിന് മുകളിലേക്ക് പോയിട്ടുണ്ട്. 21,600 പി ആണ് കേട്ടോ നോക്കി. പിന്നെ നമുക്ക് വന്ന ട്രേഡ് 23,600 തന്നെയാണ്. 2 ടാർഗറ്റ് അടിച്ച ട്രേഡും കൂടിയാണിത്. 23,600 അടിയിൽ നിന്ന് നമുക്ക് വേറെ എൻട്രി വന്നിട്ടുണ്ടായിരുന്നു 107.15. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ഞാൻ ചെയ്യുന്ന ടാറ്റിക്സ് ഒക്കെയും സെയിം ആണ്. അതിലൊരു വ്യത്യാസമില്ല. ബയേഴ്സ് ലോസ് ചെയ്യണം, സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്യണം, ട്രേഡ് എടുക്കണം. മനസ്സിലായാലേ? 10 പോയിൻ്റ് ഇവിടെ സെല്ല് ഇടണം. പോയി കഴിഞ്ഞാൽ 10 പോയിൻ്റ് പോകും, അല്ലെങ്കിൽ അവിടെ കിട്ടും. ഇത് ഫുൾ ടാർഗറ്റ് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് തന്നെയാണ് 137.50. ഇവിടെ ബയേഴ്സ് ക്ലോസ് ചെയ്തു. ഇതായത് ആ ടാർഗറ്റ് അടിച്ച ട്രേഡിൻ്റെ കാര്യം പറയുന്നത്. ഇത് ഈ ടാർഗറ്റ് അടിക്കുന്ന നേരത്താണ് 137 അടുത്ത ട്രേഡ് ആക്ടിവേറ്റ് ആവണത്. അപ്പോൾ പിന്നെ പ്രശ്നമില്ല, നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു പോകാൻ പറ്റും. 107 ക്യാൻഡിൽസ് ഫോം ആയിക്കൊണ്ട് 137ലേക്ക് എത്തി. 137 നമുക്ക് ഇതേ സിനാരിയോ പിന്നെയും നോക്കണം. മനസ്സിലായില്ലേ? ഗ്രീൻ ക്യാൻഡിൽ ലോസ് ചെയ്തു, റെഡ് ക്യാൻഡിൽ അടിയിൽ ലോസ് ചെയ്തു, ട്രേഡ് ഇല്ല. ഗ്രീൻ ക്യാൻഡിൽ ലോസ് ചെയ്തു, റെഡ് ക്യാൻഡിൽ ഈ റെഡ് ക്യാൻഡിൽ അടിയിലാണ് ലോസ് ചെയ്തേക്കുന്നത്. നമുക്ക് കറക്റ്റായിട്ട് നോക്കുക. ഈ അടിയിലാണ് ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ പിന്നെയും ട്രേഡ് ഇല്ല. പിന്നെയും ഗ്രീൻ ക്യാൻഡിൽ ലോസ് ചെയ്തു, റെഡ് ക്യാൻഡിൽ അടിയിൽ കറക്റ്റ് നമ്മുടെ ലെവലിൻ്റെ മുകളിൽ ലോസ് ചെയ്തു. അപ്പോൾ ട്രേഡ് ആക്ടിവേറ്റ് ആയി. അവിടെ തന്നെ ട്രേഡ് എടുക്കാം. ഇത് കുറേ നേരം നിന്നിട്ടാണ്. ഇത് 10 പോയിൻ്റ് എസ് എൽ തന്നെയാണ് ഇട്ടേക്കണത്. അത് ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് നിന്നിട്ട് തിരിച്ചൊരു ലിമിറ്റിക്ക് കുറേ നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ സംഭവം ലിമിറ്റിക്ക് വരുന്നത്. 137.50ലേക്ക് 137.50ലേക്ക് വരുന്നു. പിന്നെ നല്ലൊരു ഫ്ലൈ ആണ്. പിന്നെ അങ്ങോട്ട് 1 വേ ആണ് സംഭവം. അത് 50 പോയിൻ്റ് മുകളിലേക്ക്. ഇതൊരു 30 പോയിൻ്റ് മുകളിലേക്കാണ് 1 വേയിൽ പോയിക്കണത്. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ലിമിറ്റിക്ക് വന്നിട്ട് 50 പോയിൻ്റിലേക്ക് പോയിക്കണത്. അത് പിന്നെ നോക്കണ്ടായിരുന്നത് 50-300 പിയിലാണ്. ഈ വരകളൊന്നും നിങ്ങൾ നോക്കണ്ട. നമ്മൾ പറയുന്ന പ്രൈസ് നോക്കിയാൽ നമ്മൾ മേടിക്കാൻ പറഞ്ഞ പ്രൈസ് 75 ഇവിടെ നിങ്ങൾ സിനാരിയോ നോക്കുക. ബയേഴ്സ് ലോസ് ചെയ്യണം, സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി അവിടെ നിന്ന് തന്നെ മേടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടുത്തെ പ്രൈസ് നോക്കി നോക്കുക. അപ്പോൾ 743 ഞാൻ പറഞ്ഞ പ്രൈസ് 75. അപ്പോൾ തന്നെ 40 പോയിൻ്റ് വ്യത്യാസം ഉണ്ട് അവിടെ.
അപ്പോൾ അവിടെ മേടിക്കാൻ പറ്റില്ല, ഓൾറെഡി അത് മേടിക്കാൻ പറ്റില്ല. അത് പെട്ടെന്ന് അടിയിലേക്ക് വരണം ലിമിറ്റിലേക്ക്. ഇത് പെട്ടെന്ന് 2 ക്യാൻഡിൽ, ഇത് 1 മിനിറ്റ് ടൈം ഫ്രെയിമാണ് നമ്മൾ നോക്കണത്. അപ്പോൾ 2 ക്യാൻഡിൽ തന്നെ ലിമിറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലിമിറ്റിൽ മേടിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ അവസാനം, അതായത് ഈ രണ്ടാമത്തെ ക്യാൻഡിലുള്ള ദിവസം മേടിച്ചാലും പ്രശ്നമില്ല, ഈ ലിമിറ്റിൽ നിന്ന് മേടിച്ചാലും പ്രശ്നമില്ല, ഇതിൻ്റെ അടിയിൽ നിന്ന് മേടിച്ചാലും പ്രശ്നമില്ല. നിങ്ങൾ സിനാരിയോസ് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. 40 പോയിൻറ്റ് നിങ്ങൾ മുകളിൽ നിന്നേ മേടിച്ചിരിക്കാൻ അവിടെ പറയണില്ല. നമ്മൾ 30 പോയിൻ്റാണ് എസ് എൽ വേണ്ടത്. നിങ്ങൾ 30 പോയിൻ്റ് പ്രൊട്ടക്റ്റ് ആവണമെങ്കിൽ കറക്റ്റ് ലിമിറ്റിലേക്ക് വന്നാൽ തന്നെയാണ് പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ടാവുള്ളൂ, മനസ്സിലായാലും. അപ്പോൾ ലിമിറ്റിൽ നിന്ന് എടുക്കുക. അത് 100 പോയിൻറ്റിൻ്റെ ടാർഗറ്റാണത്. പിന്നെ ഇതിൽ തന്നെയാണ് അടുത്ത ട്രേഡ് വന്നത്. ഇവിടെ നിങ്ങളത് നോക്കുക, ബൈസ് ലോസ് ചെയ്യണു, സെല്ലേഴ്സ് ഇടയിൽ ലോസ് ചെയ്യുന്നു, പിന്നെ ബൈസ് ലോസ് ചെയ്യണു, സെല്ലേഴ്സ് നമ്മുടെ ലെവലിൻ്റെ മുകളിൽ ലോസ് ചെയ്യുന്നു. കറക്റ്റ് ലിമിറ്റിൽ തട്ടിയിട്ടാണ് പിന്നെ പോണത്. കണ്ടില്ലേ, 669.25 3.5 ഞാൻ പറഞ്ഞത്. അപ്പോൾ കറക്റ്റ് ലിമിറ്റിൽ തട്ടിയിട്ടാണ് പിന്നെ അതിൻ്റെ മൂവ്മെൻറ്റ് കിട്ടിയത്. അത് 100 പോയിൻറ്റിൻ്റെ ടാർഗറ്റാണ് വന്നേക്കണത്. ഇതും വേറൊരു ട്രേഡാണ് കേട്ടോ. 745.10 ഇതിൻ്റെ ലെവൽ വരുന്നത്. 745.10 നിങ്ങൾ ബൈസ് ലോസ് ചെയ്തു. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് കറക്റ്റായിട്ട് കയറി വരുന്ന മാർക്കറ്റാണിത്. 745.10 അവിടെ ഒരു സെല്ലേഴ്സ് റിയാക്ഷൻ ഇവിടെയാണ് കിട്ടണത്, ഇതിൻ്റെ മുകളിൽ. ഇത് അത്യാവശ്യം ദൂരത്താണത്, നമുക്ക് കാണാമല്ലോ. 745 പറഞ്ഞാൽ 788 വരുന്നു. അപ്പോൾ അപ്പോഴും 40 പോയിൻറ്റ് വ്യത്യാസമായി. അപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് വരട്ടെ. ഇപ്പോൾ ഈ 2 ക്യാൻഡിലിൻ്റെ അടിയിലേക്ക് വന്നില്ലേ, ഈ അടിയിലേക്ക് വന്ന ഈ ക്യാൻഡിൽ 761, അവിടെ നമുക്ക് എൻട്രി എടുക്കാം, ഒരു പ്രശ്നമില്ല. അവിടെ നിന്ന് എൻട്രി എടുക്കാം. 745 പറഞ്ഞത്, ഒരു 15 പോയിൻറ്റ് വ്യത്യാസം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ എൻട്രി എടുക്കാം, ഒരു പ്രശ്നമില്ല. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾ എസ് എൽ അടിക്കുന്ന നേരത്തെ നിങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ റീ എൻട്രിയില്ല പിന്നെ കയറാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രശ്നം. അത് കറക്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ ട്രേഡുകൾ. അത്യാവശ്യം കുറേ ട്രേഡ് ഉണ്ടായിരുന്നു, അത്യാവശ്യം കുറേ ടാർഗറ്റുകളുണ്ട്. കുഴപ്പമില്ലാത്തൊരു ദിവസം തന്നെയായിരുന്നു ഇന്നത്തെ. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. പിന്നെ നിങ്ങൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പഠിച്ചിട്ട് ചെയ്യാൻ നോക്കുക. ലോട്ട് സൈസ് കൂടുതലാണ്, നമുക്ക് വരുന്ന ലോസും കൂടുതലാണ്, വരുന്ന പ്രോഫിറ്റും കൂടുതലാണ്, രണ്ടും കൂടുതലാണ്. അപ്പോൾ നിങ്ങളത് കണ്ടറിഞ്ഞിട്ട് നന്നായിട്ട് പഠിക്കുക, അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. പഠിപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ട്രാറ്റജീനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, മനസ്സിലായില്ലേ. കറക്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അതിൽ എക്സ്പേർട്ടായിട്ട് മാത്രം ട്രേഡിങ്ങിലേക്ക് വന്നിട്ട് നിങ്ങൾ പ്രോഫിറ്റ് എടുക്കാൻ നോക്കുക. അതാണ് ഇത്തിരി എളുപ്പമുള്ള ഒരു മാർഗ്ഗം ട്രേഡിങ്ങിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടിപ്പായിട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. തിങ്കളാഴ്ച ഇങ്ങനത്തെ അടിപൊളി ട്രേഡുകൾ കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.